എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശിശുപാലൻ്റെ 100 തെറ്റുകൾ ഭഗവാൻ കൃഷ്ണൻ ക്ഷമിച്ചിട്ടുണ്ട്. ആരാണ് ശിശുപാലൻ? നമുക്കൊന്ന് നോക്കാം. ശിശുപാലൻ ചേതി രാജാവായ ധമഘോഷ രാജാവിൻ്റെയും കുന്തിയുടെ സഹോദരിയായ ശ്രുതസ്രവയുടെയും പുത്രനാണ്. 4 കൈകളും 3 കണ്ണുകളുമാണ് അദ്ദേഹം ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഭയന്ന് അവനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു അശരീരി ശബ്ദം അവർക്ക് മുന്നറിയിപ്പ് നൽകി. അത് ഇങ്ങനെയായിരുന്നു: രാജാവേ, നിങ്ങളുടെ മകൻ ഭാഗ്യവാനും ശക്തിയിൽ ശ്രേഷ്ഠനുമായിരിക്കും. അവനെ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങൾ പരിഭ്രാന്തരാകാതെ അവനെ പരിപാലിക്കുക. ആരുടെ മടിയിലാണോ നിങ്ങൾ കുഞ്ഞിനെ വെക്കുന്നത്, അപ്പോൾ അവൻ്റെ അധികമായിട്ടുള്ള കൈകളും കണ്ണുകളും അപ്രത്യക്ഷമാകും. ആ വ്യക്തിയായിരിക്കും അവനെ പിന്നീട് വധിക്കുന്നത്. അങ്ങനെ ശിശുപാലൻ്റെ മാതാപിതാക്കൾ ലോകത്തിലെ എല്ലാ രാജാക്കന്മാരെയും ചേതിയിലേക്ക് വിളിച്ചു. കുട്ടിയെ അവരുടെ മടിയിലിരുത്തി ആരായിരിക്കും ഘാതകൻ എന്നറിയാൻ. ഒടുവിൽ ചേതി രാജ്ഞിയുടെ മരുമക്കളായ കൃഷ്ണനും ബലരാമനും. ആ സമയത്ത് അവർ കുട്ടികളായിരുന്നു. കൃഷ്ണൻ്റെ പിതാവായ വാസുദേവൻ്റെ സഹോദരിയായിരുന്നു ചേതിയുടെ രാജ്ഞി. കൃഷ്ണൻ ശിശുപാലനെ തൻ്റെ മടിയിൽ കിടത്തിയ ഉടൻ ശിശുപാലൻ്റെ അധിക കൈകളും അടർന്നു വീഴുകയും 3ാമത്തെ കണ്ണ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശിശുപാലൻ്റെ മരണം കൃഷ്ണൻ്റെ കൈകളാൽ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി. ശിശുപാലൻ വളർന്നു. കൃഷ്ണനോട് സ്നേഹമുണ്ടായിരുന്ന രുക്മിണിയെ വിവാഹം കഴിക്കാൻ ശിശുപാലൻ ആഗ്രഹിക്കുന്നു. രുക്മിണിയുടെ സഹോദരനായ രുക്മിയുടെ സുഹൃത്തായിരുന്നു ശിശുപാലൻ. എന്നാൽ രുക്മിണി ദേവിക്ക് ശ്രീകൃഷ്ണനോടായിരുന്നു ഇഷ്ടം. ശിശുപാലനുമായുള്ള വിവാഹ ദിവസം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ രുക്മിണി ദേവി പോകുന്നു. ഇത് ശിശുപാലനെ രോഷാകുലനാക്കുകയും പിന്നീട് ശ്രീകൃഷ്ണൻ ശിശുപാലൻ്റെ ശത്രുവായി തീരുകയും ചെയ്യുന്നു. മഹാഭാരതത്തിൽ ശിശുപാലൻ്റെ അമ്മ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ഒരു സത്യം വാങ്ങുന്നുണ്ട്. തൻ്റെ സഹോദര പുത്രനായ കൃഷ്ണനോട് ശിശുപാലൻ്റെ അമ്മ അപേക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ അമ്മയ്ക്ക് വാക്കുകൊടുക്കുന്നു. 100 തവണ മാപ്പ് നൽകും. എന്നാൽ പരിധി കഴിയുമ്പോൾ അവനെ ഞാൻ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. യുധിഷ്ഠിരൻ ശിശുപാലനെ തൻ്റെ രാജസൂയ യജ്ഞത്തിലേക്ക് ഒരിക്കൽ ക്ഷണിക്കുന്നു. യജ്ഞചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണനെ യജ്ഞത്തിൽ നിന്ന് വഴിപാടുകൾ കഴിക്കാൻ വിളിച്ചു. ഭീഷ്മരുടെ ഉപദേശപ്രകാരം ബഹുമാനസൂചകമായി ഞാൻ ഈ വഴിപാടുകൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന് യുധിഷ്ഠിരൻ പറയുന്നു. ഇത് കണ്ട ശിശുപാലന് ദേഷ്യമായി. താങ്കൾ പരമോന്നതനെന്ന് അവകാശപ്പെടുന്നു, എന്നിട്ടും ഈ വിഡ്ഢിയായ പശുപാലകനെ നിങ്ങൾ ബഹുമാനിക്കുന്നു. ശിശുപാലൻ ഗർജിച്ചു. ഈ അഭിപ്രായത്തിൽ കോപം മൂർച്ഛിച്ച ഭീമൻ ശിശുപാലനെ കൊല്ലാൻ ഓടിച്ചു. പക്ഷേ കൃഷ്ണൻ ഭീമസേനനെ തടഞ്ഞു. ശിശുപാലൻ കൃഷ്ണനാമങ്ങൾ വിളിച്ച് അധിക്ഷേപിച്ചു കൊണ്ടിരുന്നു. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ കേട്ടുനിന്നു. ശിശുപാലൻ രോഷത്തോടെ ഭീമനോട് പറയുന്നു: നീ എന്തിനാണ് ഈ വൃദ്ധനെ ശ്രദ്ധിക്കുന്നത്? മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അമ്പയെ തട്ടിക്കൊണ്ടുപോയ ആളല്ലേ? ഭീഷ്മർ ഭീമസേനോട് ഇങ്ങനെ പറയുന്നു: ഹേ ഭീമ, ശിശുപാലൻ പാപിയായ ആളാണ്. അവൻ ആ വരം കൊണ്ട് ധൈര്യപ്പെട്ടിരിക്കുന്നു. കൃഷ്ണനല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് ശിശുപാലന് നന്നായി അറിയാം. അങ്ങനെ അവൻ്റെ അഭിമാനവും അഹങ്കാരവും പാപപൂർണമായ പെരുമാറ്റവും കുതിച്ചുയരുകയാണ്. അവനെതിരെ നമ്മൾ എല്ലാവരും ശക്തിയില്ലാത്തവരാണ്. അല്ലാത്തപക്ഷം ഈ ഭൂമിയിൽ ആരാണ് എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ധൈര്യപ്പെടുന്നത് എന്ന് നീ പറയൂ. ശിശുപാലൻ്റെ ജീവിത രീതിയും ഇങ്ങനെ തന്നെയാണ്. ആരോടാണ് പറയേണ്ടത്? ഈ നിന്ദ്യനായ ചേതി രാജാവല്ലാതെ വേറെ ആരാണ് നമ്മളെ ഇങ്ങനെ നിന്ദിക്കുക? ചേതി രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ഭീമസേന നീ മനസ്സിലാക്കണം. ഈ സംസാരങ്ങളൊന്നും തന്നെ ശിശുപാലനെ അത്ര കണ്ട് സുഖിച്ചില്ല. ഓ കൃഷ്ണ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അവൻ വീണ്ടും ആരംഭിച്ചു: എന്നോട് യുദ്ധം ചെയ്യൂ. ഈ പാണ്ഡവരുടെയും മറ്റെല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ വധിക്കുകയും പ്രവചനം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്യും.
കൃഷ്ണൻ അപ്പോഴെല്ലാം നിശബ്ദനായിരുന്നു. ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റ് സഭയെ അഭിസംബോധന ചെയ്തു ഇങ്ങനെ പറഞ്ഞു: ജരാസന്ധൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ശിശുപാലൻ. ഒരിക്കൽ ഞാൻ ദ്വാരകയ്ക്ക് പുറത്തു പോയപ്പോൾ ഈ ക്രൂരൻ എൻ്റെ പിതാവിൻ്റെ അനന്തരവനായിരുന്നിട്ടും ദ്വാരകയ്ക്ക് തീ കൊളുത്തി. എൻ്റെ പിതാവിൻ്റെ അശ്വമേധ യാഗത്തിലെ യാഗകുതിരയെ ഈ നികൃഷ്ടൻ മോഷ്ടിച്ചു. പക്ഷേ എൻ്റെ പിതൃ സഹോദരിയോടുള്ള സത്യം മൂലം ഞാൻ ഈ അപമാനങ്ങളെല്ലാം സഹിക്കുകയാണ് ഉണ്ടായത്. ഭാഗ്യവശാൽ ഇന്ന് ശിശുപാലൻ എൻ്റെ മേൽ ആരോപിച്ച എല്ലാ അപമാനങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാണ്. ക്ഷത്രിയ പാരമ്പര്യം അനുസരിച്ച് ഈ അവഹേളനങ്ങൾ ഓരോന്നും മരണത്തിന് അർഹമാണ്. എന്നാൽ അതുമാത്രമല്ല, ശിശുപാലൻ എന്നെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ പോലും ശ്രമിക്കുന്നു. മരിക്കാനുള്ള ആഗ്രഹത്താൽ പ്രേരിപ്പിച്ച ഈ നിഷ്കളങ്കൻ രുക്മിണിയെ സ്വന്തമാക്കാൻ തുനിഞ്ഞു. എന്നാൽ ഒരിക്കൽ കൂടി എൻ്റെ പിതൃ സഹോദരിയോട് പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ അവൻ്റെ 100 കുറ്റങ്ങൾ ക്ഷമിച്ചിരിക്കും. ഞാൻ മിണ്ടാതെയിരിക്കും. കൂടിയിരുന്ന പല രാജാക്കന്മാരും ശിശുപാലൻ്റെ പെരുമാറ്റത്തെ അപലപിച്ചു. എന്നിട്ട് ശിശുപാലനെ നേരിട്ട് അഭിസംബോധന ചെയ്ത് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഹേ ശിശുപാല, നിങ്ങളുടെ 100 പാപങ്ങളുടെ എണ്ണം കഴിഞ്ഞു. ഇനി ഇവിടെ ആരെയും അപമാനിക്കരുതെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ശിശുപാലൻ വെറുതെ ചിരിച്ചുകൊണ്ട് വീണ്ടും കൃഷ്ണനെ കളിയാക്കുന്നു. ഹേ കൃഷ്ണ, രുക്മിണിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ നിനക്ക് നാണമില്ലേ? എൻ്റെ വിവാഹ നിശ്ചയം അവൾ എനിക്ക് വാഗ്ദാനം ചെയ്തു തന്നിരുന്നു. ആദ്യം നിങ്ങൾ മറ്റൊരാൾക്ക് വാഗ്ദാനം ചെയ്ത സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി. അത് പരസ്യമായി പ്രഖ്യാപിക്കണം. ഇതിലും ധിക്കാരം മറ്റെന്താണ്? നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. നിങ്ങൾ സന്തുഷ്ടനായാലും ദേഷ്യപ്പെട്ടാലും എനിക്ക് ആശങ്കയില്ല. ഈ പ്രസ്താവനയിൽ കൃഷ്ണന് അധികമായ ദേഷ്യം വന്നു. 100ാമത്തെ കുറ്റവും ക്ഷമിച്ചു കഴിഞ്ഞു 101ലേക്ക് അവൻ കടന്നിരിക്കുന്നു. ഈ പ്രസ്താവനയിൽ കൃഷ്ണൻ വിരലുയർത്തി അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധമായ സുദർശന ചക്രം പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം അത് ശിശുപാലന് അയച്ചു കൊടുക്കുന്നു. സുദർശന ചക്രം അവൻ്റെ തലവെട്ടി കൃഷ്ണൻ്റെ അടുത്തേക്ക് മടങ്ങുന്നു. വേരുകൾ ദ്രവിച്ച വൃക്ഷം പോലെ ശിശുപാലൻ്റെ കരുത്തുറ്റ ശരീരം ഭൂമിയിലേക്ക് വീണു. അവൻ്റെ ശരീരം വീണപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു പ്രകാശം പുറത്തു വന്നു കൃഷ്ണനിൽ ലയിക്കുന്നു. ശിശുപാലൻ്റെ മരണനിമിഷം ധാരാളം അസ്വസ്ഥതകളും പ്രകൃതിവിരുദ്ധ സംഭവങ്ങളും ദുരന്തങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. മേഘങ്ങളില്ലാത്ത ആകാശത്തിൽ നിന്നും മഴ പെയ്തു. ഉൽക്കകൾ നിലത്തു വീണു. ഭൂകമ്പമുണ്ടായി. എന്നാൽ താമസിയാതെ കാര്യങ്ങളെല്ലാം തന്നെ ശാന്തമായി. തുടർന്ന് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോട് ശിശുപാലൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ശിശുപാലൻ്റെ പുത്രനായ ദൃഷ്ടകേതുവിനെ ചേദിയുടെ പുതിയ രാജാവായി നിയമിക്കുകയും ചെയ്തു.